ശ്രീ എം സ്വരാജിൻ്റെ രാഷ്ട്രീയ DNA തേടിപ്പോകുന്നവർ വളരെ ബോധപൂർവം അദ്ദേഹത്തിന് ഹൈന്ദവ രാഷ്ട്രീയ ചാപ്പ കുത്താൻ ശ്രമിക്കുന്നവർ ജനാധിപത്യ ബോധത്തെ, രാഷ്ട്രീയ ബോധത്തിൻ്റെ അന്തകരാണ് എന്ന് പറയാതെ വയ്യ. വളരെ ബോധപൂർവം ശ്രീ എം സ്വരാജ് പൊതുമണ്ഡലത്തിൽ എടുത്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചാനൽ ചർച്ചകളിലും നിയമസഭാ പ്രസംഗങ്ങളിലും എന്ന് വേണ്ട ശ്രീ എം സ്വരാജിൻ്റെ മുഴുനീളം നമ്മൾ പഠിക്കുമ്പോഴും വളരെ ക്രിസ്റ്റൽ ക്ലിയറായ അടിയുറച്ച സെക്യുലറിസ്റ്റ്വാദിയായ അദ്ദേഹത്തെ ആരോപിക്കുന്നവർക്ക് പോലും, രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും ശ്രീ എം സ്വരാജിൻ്റെ സെക്യുലറിസത്വം ബോധ്യമുണ്ടായിട്ടും വളരെ ബോധപൂർവ്വം രാഷ്ട്രീയം ലാക്കാക്കി അദ്ദേഹത്തിനെ വർഗീയ ചാപ്പ കുത്താൻ ശ്രമിക്കുന്നത് അത്യന്തം ഖേദകരമാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തെ രാഷ്ട്രീയ ചാപ്പ് കുത്തിയപ്പോൾ ഹൈന്ദവ വർഗീയതയുടെ ആളുകളാക്കി മുദ്രകുത്തിയപ്പോൾ ഇടതുപക്ഷ പ്രവർത്തകർക്കും മതേതര വിശ്വാസികൾക്കും ഉണ്ടായ പ്രയാസം എന്താണോ, ഈ പ്രയാസം തന്നെയാണ് ഇടതുപക്ഷ പ്രവർത്തകരും ഒരു വേള ചിന്തിക്കേണ്ടത്. ശ്രീ എം സ്വരാജിനെ പോലെ തന്നെ കൃത്യമായി മതേതരത്വത്തിൻ്റെ പത്തരമാറ്റ് എന്ന് പറയാൻ കഴിയുന്ന ശ്രീ ഷാഫി പറമ്പിൽ MP, അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വളർച്ചയിൽ വിരളി പൂണ്ട രാഷ്ട്രീയ വൈരികൾ ശ്രീ ഷാഫി പറമ്പിലിനും ഇതേപോലെ ഒരു വർഗീയതയുടെ ചാപ്പ കുത്താൻ ശ്രമിക്കുന്നത് അത്യന്തം ദുഃഖകരമാണ് എന്ന് നിഷ്പക്ഷ കോണിൽ നിന്ന് പറയാതിരിക്കാൻ വയ്യ. ശ്രീ ഷാഫി പറമ്പിലിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ നേരത്തെ എം സ്വരാജിനെ പറഞ്ഞതുപോലെ തന്നെ ക്രിസ്റ്റൽ ക്ലിയറായ കൃത്യമായ രാഷ്ട്രീയ പ്രവർത്തനം മാത്രം, മതപ്രവർത്തനത്തിൻ്റെയോ വർഗീയവാദികളുമായി ഒരു നിലക്ക് ഒളിഞ്ഞോ തെളിഞ്ഞോ പ്രവർത്തിക്കാത്ത ശ്രീ ഷാഫി പറമ്പിൽ അദ്ദേഹത്തിൻ്റെ വിജയത്തെ നമ്മളൊരു മതത്തിൻ്റെ പേര് ചാർത്തി കൊടുക്കുന്നതും ഈ രാഷ്ട്രീയ വൈരത്തിൻ്റെ ഭാഗമാണ്. ഈ നിലപാടും ശ്രീ എം സ്വരാജിനെതിരെയാകുമ്പോഴും അത് ഷാഫി പറമ്പിൽ MPക്കെതിരെയാകുമ്പോഴും ഒക്കെ തന്നെ ഒരുതരം അരാഷ്ട്രീയവാദമാണ് ഉയർന്നു വരുന്നത് എന്നും വളരെ ബോധപൂർവം വർഗീയവാദികൾക്ക് അഴിഞ്ഞാടാനുള്ള ഒരവസരമുണ്ടാക്കി കൊടുക്കാൻ രാഷ്ട്രീയ പ്രവർത്തകർ നിമിത്തമാവരുത് എന്നുകൂടി അഭിപ്രായം പങ്കുവെക്കുകയാണ്. മാത്രവുമല്ല, നമ്മളറിയാതെ കേരളവും ചില വർഗീയ ധ്രുവീകരണത്തിന് സാഹചര്യം ഒരുങ്ങുന്നുണ്ട് എന്നും അറിഞ്ഞോ അറിയാതെയോ മതേതര വിശ്വാസികളും മതേതര പ്രവർത്തകരും അതിന് ഭാഗവാക്കാവുന്നുണ്ട് എന്നും കൂടെ നാം തിരിച്ചറിയണം. ഇവിടെ എം സ്വരാജിനെതിരെ ഇത്തരമൊരു വർഗീയ ചാപ്പകുത്തൽ ശ്രമം നടത്തുമ്പോൾ പ്രതികരിച്ച നമ്മളിൽ പലരും നേരത്തെ മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ, റിയാസ് തീവ്രവാദികളുടെ പ്രതിനിധിയാണ് മന്ത്രിസഭയിലെ എന്ന് ഉത്തരവാദപ്പെട്ട സീറ്റിലിരുന്ന് ചിലർ പറഞ്ഞിട്ട് അതിനെതിരെ പ്രതികരിക്കാൻ നമ്മൾ മറന്നുപോയത്. അതുപോലെ തന്നെ മുഹമ്മദ് റിയാസ് തീവ്രവാദിയാണ്, എനിക്കതിന് കൃത്യമായ രേഖ തൻ്റെ കയ്യിലുണ്ട്, ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടും എന്തുകൊണ്ട് എൻ്റെ പേരിൽ കേസെടുക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞ് കേരള രാഷ്ട്രീയത്തിൽ ഒരുപാട് കാലം MLA ആയിരുന്ന ഒരു പൂഞ്ഞാറിൽ നിന്ന് ഒരു കക്ഷി പറഞ്ഞിട്ടും അതിനെതിരെ പ്രതികരിക്കാനും നമ്മുടെ ഇടതുപക്ഷ പ്രവർത്തകർ അന്യം നിന്നു പോവുകയോ മൗനം പാലിക്കുകയോ ചെയ്തതിൻ്റെ ദുരന്ത ഫലം കൂടിയാണ് ഇவ்விധം രാഷ്ട്രീയ പ്രവർത്തകരെ, മതേതരത്വത്തിൻ്റെ ശക്തമായ വക്താക്കളെപ്പോലും വർഗീയതയുടെ ചാപ്പ കുത്താൻ ശ്രമിക്കുന്നത് കൃത്യമായ വർഗീയ ധ്രുവീകരണത്തിന് കാരണമാകുമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മാത്രവുമല്ല, തൃശ്ശൂരിൽ നിന്ന് ശ്രീ സുരേഷ് ഗോപി വിജയിക്കുമ്പോൾ അവിടെ ഹൈന്ദവ ധ്രുവീകരണം കാണാതെ പോകുന്നവർ, വടകരയിൽ നിന്ന് ഷാഫി പറമ്പിൽ ജയിക്കുമ്പോൾ അവിടെ ഇസ്ലാമിക ധ്രുവീകരണം ആരോപിക്കുന്നത് പോലും നേരത്തെ പറയപ്പെട്ട വർഗീയവാദികൾക്ക് അവസരം വെച്ചു കൊടുക്കുകയും അവരുടെ വാദങ്ങൾക്ക് ആവശ്യമില്ലാത്ത സ്വീകാര്യത ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുകയാണ് എന്ന തിരിച്ചറിവ് ഇടതുപക്ഷത്തുള്ളവരും വലതുപക്ഷത്തുമുള്ള മതേതര വിശ്വാസികൾക്ക് ഒരേപോലെ ചിന്തിക്കാനും ഇത്തരം അരാഷ്ട്രീയവാദികൾക്ക്, വർഗീയവാദികൾക്ക് വളം വെച്ചു കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ അത് ശ്രീ എം സ്വരാജിനെതിരെയായിരുന്നാലും മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെയായാലും ഷാഫി പറമ്പിലിനെതിരെയായാലും ഇടത് വലത് പക്ഷത്ത് നിൽക്കുന്ന മതേതര രാഷ്ട്രീയ നേതാക്കളെ തേജോവധം ചെയ്യാനുള്ള ഇത്തരം ശ്രമങ്ങൾക്കെതിരെ ഒന്നിക്കാൻ മതേതര വിശ്വാസികൾക്ക് കഴിയണം എന്ന് തന്നെയാണ് ഉറച്ച അഭിപ്രായം.